യൂടെക് ഹോം സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂടെക് ഹോം സൊല്യൂഷൻസ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീടിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ അതിനുള്ള കാരണം വെച്ചാൽ നമ്മുടെ രവിചേട്ടനും കുടുംബത്തിനും നമ്മൾ ഫ്രീ ആയിട്ടൊരു വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഓണത്തിനുള്ള വീഡിയോസ് കുറേ വരുന്നുണ്ട്. എന്നുവെച്ചാൽ പാലുകാച്ചും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ പുറകെ വരുന്നുണ്ട്. അന്നേരം നമുക്ക് യൂടെക് ഹോം സൊല്യൂഷൻസ് 13 ലക്ഷം രൂപയ്ക്ക് പ്രവീൺ ചേട്ടനും കുടുംബത്തിനും നിർമ്മിച്ച അതിമനോഹരമായ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളോട്ട് നമുക്ക് പോകാം. നമ്മളധികം ഡിസൈനോ കാര്യങ്ങളോ നമ്മൾ വീട് ചെയ്തിട്ടില്ല. അത്യാവശ്യം എന്നാൽ ഡിസൈൻ ഉണ്ട് താനും, അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വൈറ്റ് അല്ല, ഒരു പേൾ വൈറ്റ് കളർ പെയിൻറ്റ്, അതുപോലെ തന്നെ ബ്രൗൺ കളർ ഷെയ്ഡ് പെയിൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിലായിട്ട് നമ്മൾ 4x2 ഐവറി ഷെയ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടൊരു ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ആങ്കറിൻ്റെ ബ്ലാക്ക് കളർ സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ ഗോൾഡ് മെഡലിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം വുഡിൻ്റെ കട്ടള ജനല് കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കട്ടള ഇവിടെ വരുന്നത് ആഞ്ഞിലിയാണ്. ഇത് വരുന്നത് നമ്മുടെ പൂവരശാണ് വന്നിരിക്കുന്നത്. ഡോറ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. അന്നേരം പ്രവീൺ ചേട്ടാ, നമ്മൾ ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ ഡിലേ ആവുന്നത്. പ്രവീൺ ചേട്ടൻ കുറേ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കുന്നില്ല. അന്നേരം പ്രവീൺ ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ ടൈലെല്ലാം നമ്മുടെ ഐവറി ഷെയ്ഡാണ്. അത് എങ്ങനെയാണ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ചേട്ടൻ തന്നെ ആണോ അതോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് സംശയമുണ്ട്, എല്ലാ യൂടെക് ഹോം സൊല്യൂഷൻസ് തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനത്തെ കുറച്ച് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഞാൻ തന്നെ വന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. ചേച്ചി ഇനി വാ. പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഉണ്ട് നമ്മുടെ വീടിന്? എന്ന് വെച്ചാൽ നമ്മുടെ പാലുകാച്ച് ഇപ്പൊ 2 മാസമായി, ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്? എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ നിൽക്കാൻ സാധിച്ചോ? അല്ല, അതല്ലേ ചോദിക്കുന്നത്. നമ്മളിപ്പോ 13 ലക്ഷമാണല്ലോ പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ അതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള നമ്മുടെ കിച്ചൺ കബോർഡ്, പെയിന്റിങ്, എന്ന് വെച്ചാൽ റൂമിനകത്തൊക്കെ പെയിന്റിങ് ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളത്. നമ്മൾ പ്രൈമറാണ് പറഞ്ഞിരുന്നത്, അത് നിങ്ങൾ കളർ ചെയ്ത്. അതല്ലാതെ യൂടെക് ഹോം സൊല്യൂഷൻസിൽ നിന്നും അഡീഷണൽ ചാർജസ് കാര്യങ്ങളായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോൾ 8 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 8 ലക്ഷത്തിന് തീരത്തില്ല, 15-20 ആവുന്ന വീടാന്നൊക്കെ ഒത്തിരി പേർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 13 എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ ഈ കാര്യങ്ങൾക്കല്ലാതെ വേറെ എന്തിനെങ്കിലും നമുക്ക് ചിലവായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ടൈലിന്റെ നിങ്ങൾ കൂടിയ ടൈൽ എടുക്കുന്നത് നമ്മുടെ റേറ്റ് വ്യത്യാസത്തിനനുസരിച്ചുള്ള പറ്റും. എന്താ പറയാ, ടൈലെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും ടൈല് ഇതിനകത്ത് വിടുന്ന അല്ലയോ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർക്കാൻ സാധിച്ചില്ലേ? പിന്നെ അന്നേരം പ്രവീൺ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഹാള് മനോഹരമായിട്ടൊരു ഹാളാണ്. പെയിന്റിങ് കാര്യങ്ങളും ഷീവാർക്കൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടവർക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട് അത് നമ്മൾ തന്നെ ചെയ്താണല്ലോ, നിങ്ങൾ ഇതിൽ പെടുന്നത്. നമ്മള് തന്നെയാണ് ഈ ഒരു വർക്കും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ 2 പർഗോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് എല്ലാവർക്കും ചെയ്തതെല്ലാം നമ്മുടെ വുഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളെ കട്ടലയും ജനലും എല്ലാം. അത് പിന്നെ നമ്മള് ക്വാളിറ്റി ഉള്ള സാധനമാണോ കൊണ്ടുവന്നത്, അതോ ഇവിടെ വന്നിട്ടാണോ പ്രൈമർ അടിച്ചത്, അതോ ഞങ്ങൾ പ്രൈമർ അടിച്ചാണോ കൊണ്ടുവന്നത്? അല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണല്ലോ തടി എങ്ങനെ ഉണ്ടെന്ന്. അതിനെപ്പറ്റി ഒരു ഇതുമില്ലല്ലോ. പിന്നെ നമ്മുടെ യൂടെക് ഹോം സൊല്യൂഷൻസിന്റെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? വർക്ക് കുഴപ്പമില്ല. പണിക്കാരാണേലും നല്ല സഹകരണമാണ്. നല്ലപോലെ അവരുടെ ജോലി നല്ലപോലെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ലോ കോസ്റ്റ് ആണ് നമ്മൾ യൂടെക് ഹോം സൊല്യൂഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും പറഞ്ഞ് നമ്മുടെ മെറ്റീരിയലിനകത്ത് എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നുണ്ടോ എന്നറിയാൻ? ഇല്ല, അങ്ങനെ നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ല, എല്ലാം പ്രവീൺ ചേട്ടന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സൂപ്പർവൈസർമാർ വരെയല്ല, ഞാൻ വരും. എന്നാലും പ്രവീൺ ചേട്ടന്റെ ഓരോ അഭിപ്രായത്തിന് നമ്മൾ മാനിച്ചാണോ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് നമ്മൾ. നമ്മുടെ അഭിപ്രായം കൂടെ കേട്ടിട്ടാണ് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയാറുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എഗ്രിമെന്റ് എഴുതി അന്ന് തൊട്ട് നമ്മള് എന്താ പറയുന്നത്, സകലം എന്താ വെച്ചാൽ നമ്മള് വർക്കിന് സ്ഥലം ഡിലേ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മഴ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ട്. അല്ലാതെ യൂടെക് ഹോം സൊല്യൂഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഡിലേ ആയിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 1 മാസം ഡിലേ ആയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ അല്ല, നമ്മുടെ ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല വർക്കിന്റെ കാര്യത്തിൽ.
പാല് കാച്ചി നമ്മൾ പറഞ്ഞതിന് മുമ്പ് തന്നെ പണിയും കാര്യങ്ങളെല്ലാം തീർത്തു. അതൊക്കെ തീർത്താണ്, കറക്റ്റ് സമയത്തിന് സംഭവം തീർത്താണ്. ഹാളിനകത്ത് അത്യാവശ്യം സ്ഥലം എങ്ങനെയുണ്ട്? ഡൈനിങ് ഇടാനായാലും എല്ലാത്തിനും എല്ലാം അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കുഞ്ഞൊരു വീടാണ്, പക്ഷെ അകത്ത് നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒരു നമുക്കിവിടെ കോമൺ ബാത്റൂം ആണുള്ളത്. അതിനകത്ത് നമ്മൾ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് കൗണ്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മൾ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ റൂമിൻ്റെ സൈസ് 12x11 സൈസാണ് റൂം വരുന്നത്, ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവീൺ ചേട്ടൻ നമ്മൾ ഒത്തിരി വീടുകളിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഒരു റൂമിനകത്ത് ഇത്ര ലൈറ്റ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അതെല്ലാം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ എന്ത് പറഞ്ഞു? നമ്മള് ഇതൊക്കെ കണ്ടിട്ട് നല്ല എല്ലാവർക്കും നല്ല കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. സൈക്കിൾ ഞാൻ കൊണ്ടുപോട്ടെ? സൈക്കിൾ കൊണ്ടുപോയിക്കട്ടെ? പിന്നെ നമ്മളിത് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10x10 ആണ്. ഇവിടെ നമ്മൾ ബെഡ് കൺട്രോളും കാര്യങ്ങളും AC-യുടെ പോയിന്റും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം 2 റൂമിലും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മുടെ വുഡിന്റെ 3 പാളിയുടെ ഒരു ജനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർസും കാര്യങ്ങളും എല്ലാം നമ്മൾ മഹാഗണിയാണ് തോന്നില്ല, മഹാഗണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആഞ്ഞിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാത്റൂമിന് നമ്മൾ നല്ലൊരു മനോഹരമായിട്ടുള്ള DC ഡോർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി കിച്ചണിന്റെ വിശേഷങ്ങൾ ചേച്ചിയോട് തന്നെ ചോദിക്കും. എങ്ങനെയുണ്ട് കിച്ചണത്തെ സൗകര്യങ്ങൾ? നല്ല സൗകര്യമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ട് നല്ലത്. നമ്മളെ ഈ കബോർഡും കാര്യങ്ങളെല്ലാം കളർ സെലക്ട് ചെയ്തത് ഞങ്ങൾ തന്നെ, ഞങ്ങൾക്ക് കളറാ ഇഷ്ടം. ഇഷ്ടപ്പെട്ടെ ഞാൻ പറഞ്ഞാൽ ഒത്തിരി വീഡിയോ കോമൺ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓർമ്മയുണ്ടോ? പറഞ്ഞായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇതെന്നും പറഞ്ഞ് ചെയ്തതാണ്. പിന്നെ നമ്മള് ഇവിടെ മിക്സിയുടെ അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെയും കാര്യങ്ങളെല്ലാം പോയിന്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്, മോട്ടറിന്റെ പോയിന്റ്, പിന്നെ എക്സോസ് ഫാന്റെ പോയിന്റ്, ഫാനിന്റെ പോയിന്റ്, ഒരു ട്യൂബ്ലൈറ്റ്, ഇത്തരം കാര്യങ്ങളാണ് കിച്ചനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു മാറ്റ് ഫിനിഷ് ടൈലാണ്, അതും ഒരു ഐവറി ഷെയ്ഡാണ്. മൊത്തത്തിൽ ഐവറി ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അന്നേരം എല്ലാം കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്?